ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് മൺഡേ മോർണിംഗ്, എക്സാമൊക്കെ കഴിഞ്ഞു. പക്ഷേ എന്നാലും കുഞ്ഞിന് സ്കൂളിൽ പോകണം. ഗ്രാജുവേഷൻ ഡേയുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 16th വരെ സ്കൂളിൽ പോകണം. അപ്പം മൺഡേ മോർണിംഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുവാണ്. പുട്ടാണ് രാവിലെ നമുക്ക്. അപ്പം ഞാൻ വീട്ടിൽ തന്നെ അരി കുതിർത്ത് പൊടിച്ച് എടുക്കുന്ന പുട്ടാണ്. ഒരു വട്ടം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റേ പുട്ടുകൂടി അത്ര അങ്ങോട്ട് രസമാകുന്നില്ല. കൂടെ പുട്ടിൻ്റെ കോമ്പിനേഷൻ കടലക്കറിയും ഉണ്ട്. അപ്പം അരി പൊടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞിനെ വിട്ടതിന് ശേഷം ഇതൊന്ന് കുതിർത്തൊക്കെ എടുത്ത് പുട്ടുണ്ടാക്കാം. കടല വെന്ത് ഇവിടെ കിടക്കുന്നു. മധു കുഞ്ഞിനെ ഇഡലിയാണ് കൊടുത്തു വിടുന്നത്. പുട്ട് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവന് അത്ര വശമില്ലത് കഴിക്കാൻ. അപ്പം ഇഡലിയുടെ മാവിൻ്റെ അടുത്ത് മിക്ക ദിവസവും സ്റ്റോക്കായിരിക്കും. അപ്പോൾ അതുണ്ടാക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കടലക്കറി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ചേച്ചൻ രാവിലെ സ്കൂളിൽ പോകാൻ റെഡി ആവുകയാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. എത്ര കൊടുന്നണുപ്പാണെങ്കിലും രാവിലെ കുളിക്കാതെ കുഞ്ഞു പോയില്ല. അത് നിർബന്ധമാണ് കുട്ടിക്ക്. ശീലമാണേ, ശീലം. മാത്തുട്ടിന് ഇഡലിയും കടലക്കറി. സ്കൂൾ വരെ ബൈക്കിൽ കൊണ്ടുപോകണം. സ്കൂളിൻ്റെ അവിടെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ക്ലാസ് വരെ സ്കൂൾ ബസ്സിൽ പോകും. അങ്ങനെയാണ് മാത്രം. കുറച്ച് മാത്തുട്ടൻ സ്കൂളിൽ പോയി. ഇനി നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഞാൻ പറഞ്ഞത് നല്ല പുട്ടാണ്. ഇപ്പം അവിടെ പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ തിരിഞ്ഞ് വരട്ടെ. നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. ചില്ല് തപ്പിട്ട് ചില്ല് മിക്കവാറും പിള്ളേർ കളിച്ചെടുത്തോണ്ട് പോകും. കിട്ടി ഇതൊന്നും ഇറക്കാനായിട്ടില്ല. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഹോം മെയ്ഡ് പുട്ടിവിടെ റെഡി. നല്ല ചൂടുള്ള ആവി. ഈ പുട്ട് നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന പുട്ടുപൊടി സോഫ്റ്റല്ല, നല്ല സോഫ്റ്റാണ്. ബട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ അത് ചുറ്റിയിട്ട് തല്ലി പൊട്ടിക്കേണ്ടി വരും. ബട്ട് നമ്മുടെ ഇത് നല്ല സോഫ്റ്റ്. ഇത് വെറുതെ തിന്നാം, ഒരു കറി ആവശ്യമില്ല. വെറുതെ ചുമ്മാ തിന്നാം, അത്ര ടേസ്റ്റാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മത്തേക്കുഞ്ഞ് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. സമയം ഇപ്പം 12:30. മത്തേക്കുഞ്ഞ് എണീറ്റ് വന്നതേ ഉള്ളൂ. ഒരു ഗ്ലാസ് പാൽ കുടിക്കാൻ 1 മണിക്കൂർ സമയം എടുക്കും. മത്തേക്കുഞ്ഞിൻ്റെ അച്ഛൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരും. വേറൊരാൾ നോക്ക്, പൊരിഞ്ഞ വെയിലത്ത് പോയി കിടക്കുന്ന നോക്ക്. തണലത്ത് കൊടുത്താലും അകത്ത് കയറ്റിയാലും കിടക്കത്തില്ല. ഇപ്പം തന്നെ ബെൽറ്റ് കടിച്ച് പൊട്ടിച്ച് ഇറങ്ങിപ്പോവും. തന്നെ ബെൽറ്റ് തന്നെ വാ കൊണ്ട് കടിച്ച് മുറിച്ചിട്ട് ആളിറങ്ങിപ്പോയി. എന്നിട്ട് ഇവിടെ വന്ന് കിടക്കുക. ഇനി പെണ്ണ് നിനക്ക് ചൂടെടുക്കുന്നില്ലേ ബേബി? ഒരു വെയിലത്ത് ആരാണ്ടോടുള്ള
വാശിക്ക് കിടക്കും. ഇനി ഒരു ശരീരം വെള്ളം മൊത്തം കുടിച്ച് തീർക്കുവായിട്ട് വന്നിട്ട്. ഇന്ന് ലഞ്ച് സിമ്പിൾ ദാൽ ചാവൽ ആക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ പാലക്കും കൂടെ ആഡ് ചെയ്തിട്ട് ദാൽ ചാവൽ ആക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, വാഷിംഗ് മെഷീൻ ഓടുന്നതിൻ്റെ സൗണ്ടാണ്. വയസ്സായത് അങ്ങനത്തെ സൗണ്ടാകുന്നത്. ദാൽ ഞാൻ കഴുകി വേവിക്കാനിടുക. ഇതിൻ്റെ കൂടെ പാലക്കും കൂടെ കട്ട് ചെയ്തിട്ട് ഇടും. പാലക്ക് നമ്മുടെ ഇവിടെ പാലക്കൊക്കെ സുലഭമാണ്. നല്ലതായിട്ട് കഴുകിയിട്ട് വരട്ടെ. പാലക്കും കൂടെ ഇട്ട് വേവിച്ചെടുത്തിട്ട് നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാം. ചൂടായി തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ക്ഷീണമായി. 12 മണി വരെ ഉറങ്ങിയത്, ഇനിയും വീണ്ടും ഉറങ്ങണമെന്ന്. ക്ഷീണം സ്ലീപ്പ്. പറഞ്ഞില്ലായിരുന്നു ഇന്ന് ദാൽ ചാവലാണ്. നമ്മുടെ ദാൽ പാലക് റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ദാലും പാലക്കും നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇത് ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ ദാൽ പാലക്ക്. ഈ ദാൽ പാലക്ക് ചേച്ചി ഉണ്ടാക്കിയാലേ നമുക്കൊരു തൃപ്തിയാവും. കാരണം എന്താ പറയുക, ഞാൻ കുറേ എടുത്തുനിന്ന് ദാൽ കഴിച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ കട്ടി പിടിച്ച ദാൽ. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു, നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പോഴേ നോർത്ത് ഇന്ത്യൻ ഒരു ടച്ച് വരണ്ടേ, അത് ചിലപ്പോൾ വരത്തില്ല. പക്ഷേ ഇപ്പോൾ ചേച്ചി വീട്ടിലുണ്ടാക്കുന്ന ദാലാകുമ്പം ആ ഒരു നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ദാൽ പാലക്ക്. ഇന്നിവിടെ നമ്മുടെ ജീര റൈസ് റെഡി ആവുന്നു. അപ്പം ദാലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ബെങ്ങൻ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാവും. ദാലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുണ്ടാവും. ഇതിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. നമുക്കിത് ഫ്രൈ ചെയ്ത് ദാലും ചാവും. ഇത് 5 മിനിറ്റ് കൊണ്ട് പോയി. 5 മിനിറ്റ് തന്നെ വേണ്ട എനിക്ക് തോന്നുന്നു. ഇത് തിളച്ച് കഴിയുമ്പോൾ അടച്ചു വെച്ച ശേഷം സ്ലോയിലിടുക. ഏറ്റവും സ്ലോയിലിട്ട് കഴിയുമ്പോൾ അത് പിരിയെ വെന്തോളും. അധികം സമയം എടുക്കാത്തൊരു സ്റ്റോറാണ്. ഇന്ന് നേരം വെളുത്തല്ല, ഇന്നലെ രാത്രി തുടങ്ങി നമുക്ക് പണി കിട്ടി. വാട്ടർ പ്യൂരിഫയറിൽ വെള്ളം വരുന്നില്ല. എനിക്കൊന്ന് അതിനകത്ത് പ്യൂരിഫൈ ചെയ്തതിനകത്ത് മണ്ണടിഞ്ഞതാണോ എന്നൊരു സംശയം. അപ്പം അതിപ്പോൾ ശരിയാക്കാൻ ആൾ വരും. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ എല്ലാം ക്ലീനാക്കി എല്ലാം വൃത്തിയാക്കിയിട്ടേക്കാണ്. ഇത് വെള്ളം വരാത്തതുകൊണ്ട് ഇന്ന് നർമ്മദ വാട്ടർ തിളപ്പിച്ചാണ് ഞാൻ എടുത്തത്. അയാൾ വരുമെന്ന് പറയണോ, നോക്കാം. ആക്ച്വലി നർമ്മദ വാട്ടർ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്തൊരു ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവും. പ്യൂരിഫൈ ചെയ്താണ് വരുന്നത്, എന്നാലും ചെറിയൊരു ഉപ്പിൻ്റെ ഒരു ക്ലോറിൻ്റെ ഒരു കട്ടി ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ വഴുതനങ്ങ ഇവിടെ ഈ ബേങ്ങൻ പറഞ്ഞേ വഴുതനങ്ങ നമുക്കിങ്ങനെ പുഴുണ്ടോ ഈശ്വര ഇല്ല, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മീൻ മറക്കുന്ന പോലെ കുരുമുളകും മഞ്ഞളും മുളകും ഉപ്പും ഒരു വട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് പുരട്ടി 5 മിനിറ്റ് വെക്കും. വെച്ച ശേഷം ജസ്റ്റ് എണ്ണയിൽ നിന്ന് വറുത്തെടുക്കും. അപ്പോൾ വറുത്ത മീനിൻ്റെ കറിക്കൊരു വറുത്ത മീൻ പോലും ആയി. നമുക്ക് ഊണിനൊരു അടിപൊളി റെസിപ്പി ആയി. ആക്ച്വലി ഇത് നല്ല സാധനമാണ് കേട്ടോ. വഴുതനങ്ങ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വെജായിരുന്നു. വഴുതനങ്ങ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. ബട്ട് ഒരു വട്ടം അതും ചേച്ചി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ. അതുണ്ടായി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൻ്റെ സ്ഥിരം ഫാനായി. ഇപ്പം ഇതില്ലാതെ പറ്റൂല എന്നേ, ഓരോരോ ശീലങ്ങളെ. ആറോ ശരിയാക്കാൻ ആളെത്തി പറഞ്ഞ് ആ വായിലേക്കിട്ടില്ല. റൈസ് ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ബേങ്കനിലേക്ക് പുരട്ടാനുള്ള മുളക്, മഞ്ഞൾ, കുരുമുളക്, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് ഇതിലേക്ക് പുരട്ടാം. ബേങ്ങൻ മസാല എല്ലാം റെഡിയാക്കി ഇച്ചിരി 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇരുന്ന് കഴിയുമ്പോൾ വെള്ളം വലിയും. അപ്പോൾ കുറച്ചുകൂടി ഇത് സോഫ്റ്റ് ആവും. വെള്ളയുടെ മസാല പിടിക്കാൻ ഒരു 5 മിനിറ്റ് അത്ര മതി. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇന്ന് ഞങ്ങൾക്ക് ഫുൾ വെജാണെന്ന് അറിഞ്ഞുകൊണ്ട് മത്തേ കുഞ്ഞിവിടെ ഫിഷ് കറി ഉണ്ടാക്കാം. ഫിഷ് കറി ചേച്ചിയുടെ സ്വപ്നാസ് വണ്ടർ വേൾഡ് വാച്ച് മത്തേ കുഞ്ഞ് ഫിഷ് കറി ഉണ്ടാക്കുക. Are you making fish curry? Yeah. You say.
Not for you. ഫിഷ് ഓ എനിക്കില്ലാന്ന് സേക്ക് മാത്രമേ ഉള്ളൂ ഈ ഫിഷ് കറി. Not for you. ആ എനിക്ക് മമ്മയ്ക്കില്ല. നോ ഫോർ മമ്മ. Daddy for you. Moody. മോദിയുണ്ടോ? ഓ ഓ Mom. ഇതിൽ ആരെ അനുകരിക്കുന്നറിയോ? എല്ലാവരും ഓൾവേസ് വെൽക്കം ടു എന്ന് വിളിക്കുന്ന ഒരു തമിഴ്നാട് വില്ലേജ് ഫുഡ് ചാനലില്ലേ, ആ അപ്പച്ചനെയും ചേട്ടന്മാരെയും അനുകരിക്കുക. ആ അവരുടെ കൂട്ടൊരു പാള നിക്കറുണ്ട്. അവര് ഇന്നലെ മാത്രം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ക്ഷീണായി. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബേഗിനെല്ലാം ഇവിടെ നല്ല ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതിൽ ഒന്ന് ജസ്റ്റ് ലൂസായിട്ടൊന്നാണ് ഇപ്പോൾ ഒരു സോഫ്റ്റ്നെസ്സായി. നമുക്ക് പാൻ വെക്കാം, കത്തിക്കാം, ലേശ എണ്ണ, പേരിന് മാത്രം കുറച്ച് എണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം. കുറച്ച് മതി. റൈസ് പാകമായിട്ട് കിടക്കുന്നു. പൊടിയരി ഞാൻ ഇച്ചിരി പൊടിയരി തന്നെ കൊച്ചു കുഞ്ഞിനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കാണുന്നവരെ ഭയങ്കര ക്ഷീണം, ചൂടിൻ്റെ ആണോ ഒന്ന് ഭയങ്കര ക്ഷീണം. ഒരു ആക്റ്റീവ് അല്ലേ ഇന്നാള്. മീൻ വറക്കുന്നവരൊന്നും സമയം എടുക്കത്തില്ല, വേഗം വേഗം കഴിക്കാം. 2 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇതും ദാലുമാണ് കോമ്പിനേഷൻ, അടിപൊളി നല്ല കോമ്പിനേഷനാണ് ഇതും ദാലും. അതവിടെ ഫ്രൈ ആവട്ടെ, കുറച്ചെടുക്കാം. എന്തോ എൻ്റെ പൊന്നാ സ്ലീപ്പി. എങ്ങനെ ഫോട്ടോയി എങ്ങനെ ഹോട്ടോയി നമ്മുടെ ബേങ്ങൻ ഫ്രൈ ആയിട്ട്. അപ്പം നമ്മുടെ നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. ലഞ്ച് കഴിക്കാം. ദാൽ ചാവൽ, ബേങ്ങൻ ഫ്രൈ, ഇത് കുറച്ച് നാരങ്ങ നീര് ഉപ്പും ഒക്കെ ചേർക്കാം. ഇവിടെ പമ്പ നദി ഒഴുക്കുക നോക്ക്. കിഴങ്ങൻ നാന്നോ ഇനി വിളിച്ചേ നമ്മളെ, കിഴങ്ങൻ നാന്നോ എന്തോ പറയുന്നുണ്ട്, മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക്. ഇവിടെ വെള്ളത്തിൽ കളിയാ, ഭയങ്കര വെള്ളത്തിൽ കളി നോക്ക്. ഇവിടെ എല്ലാം പമ്പയാറിനേക്കാൾ കഷ്ടമായിട്ട് ഒഴിപ്പിച്ചു. ഇനി ഫ്രിഡ്ജിൽ കുറെ ഐസ് പാത്രത്തിലാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്, അതിൽ കളിക്കണം. ചൂട് തുടങ്ങിയ പിന്നെ ഇതായോ മൊത്തം കുഴിപ്പിക്കുക. വെള്ളം കൊണ്ടുവന്നിനി വാതുക്കൽ ഒഴിക്കാൻ പോവോ. ഓ എന്തൊരു കഷ്ടപ്പാടാണ് വേണ്ടത്. മേനി ഇറങ്ങുന്ന മൂക്കും കുത്തി വീണോട്ട് കേട്ടോ. അങ്ങനൊന്നും വീടില്ല, ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കോളും. നിന്റെ മീനെല്ലാം ചാടിപ്പോയി ബേബിയേ. ഫിഷ് എന്താ ഇങ്ങനെ കിടക്കുന്നേ കുഞ്ഞിന്റെ? ഇതിന്റെ പാത്രം എടുത്തോണ്ടോ വാ. നല്ല അടിപൊളി ദാൽ ചാവൽ. ഈ ദാൽ ഇങ്ങനെ ലൂസായിരിക്കണം, എന്നാലേ ഇത് കഴിക്കാൻ രസമുള്ളൂ. കട്ടി ദാൽ ഇതിൻ്റെ കൂടെ ചേരില്ല. അടിപൊളി ദാല. ഒരാളുടെ വെള്ളത്തിൽ കളി കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ കയറി. ഇവിടെ ഇപ്പം ഇത് സ്ഥിര അവസ്ഥ. ഇത് മാത്തോട്ടൻ്റെ പണിയാണ് നോക്കുക. ഒരാടെ കളി കഴിഞ്ഞാൽ അടുത്ത ആൾ. ഫ്രിഡ്ജിൽ കുറേ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഐസാക്കി വെക്കും. ഇപ്പോഴേ ഐസിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ 2 ഉറക്കത്തിന് കയറിയപ്പം എനിക്ക് പെട്ടെന്നൊരു ആസ്വദിച്ചു. കുറച്ച് അച്ചപ്പം ഉണ്ടാക്കിയാൽ എന്താണ്, ചായക്കൊരു ചെറുപടി പോലെ അച്ചപ്പം ഉണ്ടാക്കിയാൽ എന്താണ്. അപ്പം അച്ചപ്പത്തിന് വേണ്ട മിക്സ് വേഗം തയ്യാറാക്കും. ആദ്യം പോകാൻ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു ഇച്ചിരി പണി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈസിയാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്മോളല്ല, ഒരു ബിഗ് ഈസി സ്നാക്സ്. അപ്പം ഞാൻ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കട്ടെ. ഒരു 1-2 വട്ടം അച്ചപ്പം ഉണ്ടാക്കി. 2 രീതിയിൽ ഉണ്ടാക്കാം. മൈദയിലുണ്ടാക്കാം, അരിപ്പൊടിയിലും ഉണ്ടാക്കാം. അപ്പം ഇവിടെ അച്ച് ചൂടാനിട്ടേക്കുവാണേ. ഇത് പെട്ടെന്ന് തോന്നാനുള്ള ആശയം അറിയോ. എന്നു ചേച്ചി മലയാളിക്കടയല്ലേ പോയപ്പോൾ ചിപ്സ് മുഴുവനാണ്. ഇത്ര ഒരു ചെറിയ പാക്കറ്റ്, ഇതിൻ്റെ വില നോക്കുക. 110 രൂപ. 110 രൂപ എന്തോ അന്യായം പിടിച്ച വില. നമ്മൾ ഇങ്ങനെ മേടിക്കാൻ പോയാൽ ഭയങ്കര ചാർജാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള എളുപ്പമുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതേ പറ്റൂ, വാങ്ങിക്കാൻ പോയാൽ ഭയങ്കര നഷ്ടമാവും. ഓക്കെ, എണ്ണ ചൂടായി. ഇനിയാണ് റിസ്ക്. ഇനി എനിക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ക്യാമറ മാറ്റി വെക്കുക. കാരണം തീയും എണ്ണയും കൊണ്ടുള്ള കളിയാണേ. ഈ അച്ച് നല്ല ചൂടുണ്ടാണ്, അന്നലേ തിളങ്ങി. അച്ചപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, തീർന്നില്ല. ഇത് ഒരു 2-3 ദിവസം കുറച്ച് ദിവസം ഇരുന്നോളുമല്ലോ. അപ്പോൾ അവർ പെറുക്കിയിറങ്ങി നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കാം. നല്ല സൂപ്പർ അച്ചപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തുക നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം. Pull your ears. Simon says, rub your cheeks. Simon says, skip. Simon says, jump. Simon says, close your eyes. Open. No. Simon says, open your eyes. ഉറക്കം കഴിഞ്ഞു, കളി കഴിഞ്ഞു, അച്ചപ്പം കഴിച്ച്, ചായ കുടിച്ച്, എല്ലാത്തിനും ശേഷം സെയിം മക്കളും കൂടെ കളിക്കുക. സൈമൺ സേസ് പ്ലേ. Simon says, jump. Simon says, clap your hands. Simon says, stop. When Simon says stop only, you have to stop it. Otherwise, you have to clap like this, okay? Simon says, put your hands up. Simon says, put your hands down. മത്തായി പണങ്ങി. Simon says, laugh. Simon says, stop. Simon says, cry. You are laughing. Simon says to cry. Simon says, rub your tummy. No. Simon says, rub your tummy. You are out. No. Give me one more chance. Okay. Simon says, kneel down. Kneel down. Tenga, tenga. ഇതൊരു ആഫ്രിക്കൻ ഡാൻസ് ആണേ. അപ്പൊ അത് കളിച്ച് അതായി കളിച്ചുവാണെങ്കിൽ തേങ്ങേ 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 തേങ്ങേ